ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന റൂൾ ഓഫ് ലോയെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ഇത്തരത്തിലുള്ള ഐഡിയാസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3-യിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഈ ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 ബ്രാഞ്ചസ് ആയിട്ടുള്ള ജുഡീഷ്യറി ആണെങ്കിലും ലെജിസ്ലേറ്റീവ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും അവർ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഡോക്ട്രൈനെ പറ്റിയിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നുണ്ട്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സബ്ജക്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈക്കോടതിയെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയെയും അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഡോക്ട്രൈൻ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതിൽ വരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അവരിൽ വെസ്റ്റ് ചെയ്തിട്ടുള്ള പവറിൽ എന്തെങ്കിലും അബ്യൂസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ മാലാഫിഡെ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം ഓർഡിനറി കോർട്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന റൂൾ ഓഫ് ലോയുടെ ഒരു ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് എങ്ങനെയെല്ലാമാണ് എന്നുള്ളതാണ്.